നാടിന് ഗുണമുള്ള ഒരു പ്രസ്ഥാനത്തെ മനഃപൂർവ്വം ഇവർ ദ്രോഹിക്കുകയാണ്. ബാങ്കിൽ നിന്ന് കടമെടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കേസും കാര്യങ്ങളും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു 10-35 ലക്ഷം രൂപ ഇപ്പം ചിലവായിട്ടുണ്ട്. ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വൻപിച്ച സാമ്പത്തിക നഷ്ടവും കടബാധ്യതയാണ് നിലവിൽ. 13 വർഷമായി പഞ്ചായത്ത് തന്നെ ദ്രോഹിക്കുകയാണ് എന്ന പരാതിയുമായി ഒരു പ്രവാസി സംരംഭകൻ. കോട്ടയം പൊൻകുന്നം അട്ടിക്കൽ സ്വദേശിയായ സലി കരുണാകരനാണ് ചിറക്കടവ് പഞ്ചായത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. പ്രവാസിയായിരുന്ന സലി നാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം ഉപജീവന മാർഗത്തിനായി ഒരു ലോഡ്ജ് ആരംഭിച്ചതാണ്. 2013 ഈ ലോഡ്ജ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിച്ച ഘട്ടത്തിൽ തന്നെ ചിറക്കടവ് പഞ്ചായത്തിന് ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമീപിച്ചതാണ്. എന്നാൽ 2013 മുതൽ നാളിതുവരെ ഏതാണ്ട് 13 വർഷക്കാലമായിട്ടും ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ട് നൽകാതെ പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി തന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, നടത്തിക്കുകയാണ് എന്നുള്ളതാണ് സലിയുടെ ആക്ഷേപം. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നടക്കം തനിക്ക് അനുകൂലമായ വിധി ഉണ്ടായിട്ട് പോലും കെട്ടിട നമ്പർ ഇട്ട് നൽകാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സലി പറയുന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്ത് BJP-കാരനായ തന്നോട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് എന്നുള്ളതാണ് സലിയുടെ ആരോപണം. ഞാൻ ഒരു പ്രവാസിയാണ്. 15 വർഷമായി ഞാൻ പ്രവാസി ജീവിതം മതിയാക്കി നാട്ടിൽ വന്ന ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി ഒരു ലോഡ്ജ് പണിയുകയും അങ്ങനെ ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടി ഒരു ലോഡ്ജ് തുടങ്ങി. 2009 പെർമിറ്റ് എടുത്ത് ചെയ്തതാണ്. പക്ഷേ പണി തീർന്ന് 2013 ഞാൻ ചിറക്കടവ് പഞ്ചായത്തിൽ നമ്പർ ഇടുന്നതിന് അപേക്ഷിക്കുകയും ആ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ഒരു വലിയൊരു മെമ്മോയാണ് തന്നത്. ആ മെമ്മോയിൽ പറയുന്നത് ഹൈവേയിൽ നിന്ന് ദൂരപരിധി പാലിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് നമ്പർ തരാൻ സാധ്യമില്ലെന്നുള്ളതാണ് ആദ്യത്തെ തുടക്കം. എന്നാൽ ഹൈവേയിൽ നിന്ന് 3 മീറ്റർ മതി എന്നുള്ള നിയമം നിലനിൽക്കുകയാണ് എന്നെ മനഃപൂർവ്വം ഇവർ തിരിച്ചത്. ഞാനൊരു മീറ്റർ ദൂരമുണ്ട്, നമുക്കിപ്പോൾ 470 മീറ്റർ ദൂരമുണ്ട്, 4.75 ഉണ്ട് റോഡിൽ നിന്ന്. ഞാനൊരു BJP പ്രവർത്തകനാണ്. ആ ഒരു വൈരാഗ്യമാണ് LDF ഭരിക്കുന്ന ഈ പഞ്ചായത്ത് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമപരമായി എനിക്ക് എല്ലാ പേപ്പറുകളും റെഡിയാണ്. ഞാൻ 4 കേസ് പറഞ്ഞ കേസും എനിക്ക് അനുകൂലമാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വൻപിച്ച സാമ്പത്തിക നഷ്ടവും കടബാധ്യതയാണ് നിലവിൽ. ഈ 2013 ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതാണ്. 2013 തന്നെ നമ്പർ ഇട്ട് കിട്ടുന്നതിന് വേണ്ടി പഞ്ചായത്തിനെ സമീപിക്കുന്നു. ഇപ്പോൾ 2026 13 വർഷം പിന്നിട്ടിരിക്കും. പക്ഷേ ഈ 13 വർഷം കഴിഞ്ഞിട്ടും നമ്പർ ഇട്ട് കിട്ടിയിട്ടില്ല. 13 വർഷം കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. കോടതിക്ക് അതീതമാണ് പഞ്ചായത്ത് എന്നുള്ള രീതിയിലുള്ള നിലപാടാണത്. കോടതിയെ അവരൊരു ബഹുമാനവും കാണിക്കുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറിയെ സമ്മർദ്ദ തന്ത്രത്തിൽ ഈ പാർട്ടിക്കാരാക്കി വെച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കത്തില്ല. നമ്മൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി അടക്കം സമീപിച്ചതാണ്. 3 കേസും ഞാൻ വിജയിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശം നമ്പരിട്ട് കൊടുക്കണമെന്ന്. ആ നമ്പരിട്ട് കൊടുക്കാതിരിക്കാൻ ആ ഹൈക്കോടതി വിധിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തടസ്സവാദം ഉന്നയിക്കുകയാണ്. പക്ഷേ ഞാൻ ഈ കോടതിയിൽ പോകുന്നതിന് മുമ്പേ പഞ്ചായത്തിന് എന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നും ഞാൻ രേഖാമൂലം കത്ത് കൊടുത്തിരുന്നതാണ്. അതിന് നാളിതുവരെയായി മറുപടി തന്നിട്ടില്ല. അങ്ങനെ എന്നെ എല്ലാ രീതിയിലും ഇവർ വേട്ടയാടുകയാണ്. അതുകൊണ്ട് ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ളതിനെ പ്രതികരിക്കുകയും നമുക്ക് നമ്മുടെ പണം മുടക്കി ഇത് തൊഴിൽ സാധ്യത കൊടുക്കുന്നതും ഇത് നാടിന് ഗുണമുള്ള ഒരു പ്രസ്ഥാനത്തെ മനഃപൂർവ്വം ഇവർ ദ്രോഹിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഇങ്ങനെ വരുന്ന പ്രവാസികളെ പ്രോത്സാഹിപ്പിച്ച് തൊഴിൽ സംരംഭം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. നിലവിലത്തെ അവസ്ഥ എന്താണ്? നിലവിൽ എനിക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി നിലനിൽക്കുന്നു. എന്നിട്ടും എൻ്റെ നമ്പരിടാതെ ഇവരെന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുക. ഇനി എനിക്ക് ഹൈക്കോടതി വിധി നടപ്പാക്കുന്നില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? വല്ല മാർഗമുള്ളൂ? ഈ സ്ഥിതിയായത് ഹൈക്കോടതിക്ക് അപ്പുറമാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും കമ്മിറ്റിമാരും എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ തൃശങ്കൂര. അവർക്ക് ഇട്ട് തരണമെന്നുണ്ട് സമ്മർദ്ദതന്ത്രം. പാർട്ടിക്കാരുടെ സമ്മർദ്ദം കൊണ്ട് പഞ്ചായത്തിലെ മുഴുവനും ലേഡീസ് ഉദ്യോഗസ്ഥരാണ്. അവർ പേടിയാണ്. ഈ സ്ഥിതിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. താങ്കൾക്ക് ഈ കെട്ടിടം പണിയുന്നതിന് എത്ര രൂപ ചിലവായിട്ടുണ്ടാവും? ഞാൻ ബാങ്കിൽ നിന്ന് കടമെടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. പൈസ ഈ കേസും കാര്യങ്ങളും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു 10-35 ലക്ഷം രൂപ ഇപ്പം ചിലവായിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗമോ തൊഴിലോ ഇല്ല. അതുകൊണ്ട് ഈ പഞ്ചായത്ത് എന്നോട് ചെയ്ത ഒരു മനുഷ്യത്വരഹിതമായ നടപടിയാണ്. നിലവിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ കെട്ടിട നമ്പർ ഇല്ല എങ്കിൽ പോലും പ്രവർത്തിച്ചു തുടങ്ങി. ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കോടതിയുടെ ഒരു ഒറ്റ സംരക്ഷണയിലാണ് ഞാനിപ്പം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതി എനിക്കിങ്ങനെ അനുകൂല വിധി സാഹചര്യം ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
ഈ സംഭവത്തിൽ പഞ്ചായത്തിന് ഒരു വിധത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് എന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് ചിറക്കടവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു അപേക്ഷ ലീഗലായി വരുന്ന ഒരു അപേക്ഷയെ സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ വരേണ്ടതില്ല. അത് ഉദ്യോഗസ്ഥ ലെവലിൽ സ്വാഭാവികമായി ചെയ്തു കൊടുക്കേണ്ട ഒരു ജോലിയാണ്. ഇവിടെ സംഭവിച്ചത് ഇല്ലീഗലായി ഒരു ബിൽഡിംഗ് പണിത് ആ ബിൽഡിങ്ങിന് നമ്പർ ലഭ്യമാക്കണം അതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും പരിഹരിക്കാതെ വന്നതുകൊണ്ടാണ് ഇത് ഒരു കേസും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാനിടയായത്. ഇവിടെ സാങ്കേതിക വിഭാഗത്തിലെ എഞ്ചിനീയർമാർ പല ഘട്ടങ്ങളിലായി പല പ്രാവശ്യവും ഈ ബിൽഡിങ്ങിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാ നിയമവും ചട്ടവും പാലിച്ച് വേണ്ട നമ്മളത് ചെയ്യാൻ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ബിൽഡിംഗ് പണിയുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ബിൽഡിംഗ് പണിതു അത് റെഗുലറൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ സ്വാഭാവികമായും ഇത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരുന്നത്. നിലവിലുള്ള പോരായ്മകളെ സംബന്ധിച്ച് അതിന് കൃത്യമായ പാസേജ് ലഭ്യമല്ല എന്നുള്ളതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തോട് വ്യക്തിപരമായ വൈരാഗ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും താല്പര്യം വെച്ചോ ഇടപെടുന്ന ഒരു സ്ഥിതിയും ആ കാര്യത്തിലുണ്ടാകുകയില്ല. കാരണം ഇത് പബ്ലിക് ഡോക്യുമെന്റ് പോലെ ഇരിക്കുന്നതാണ്. എന്ത് രാഷ്ട്രീയ വൈരാഗ്യമാണ് ആ കാര്യത്തിലുള്ളത്? ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഇദ്ദേഹത്തെ കാണുകയോ ഇദ്ദേഹവും ഞാനുമായിട്ട് സംസാരിക്കുകയോ അദ്ദേഹം എന്നെ കാണുകയോ ഞാൻ അദ്ദേഹത്തെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, എങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യം? ഒരു ലീഗലായിട്ട് ഒരു ആപ്ലിക്കേഷൻ താങ്കളടക്കം ഈ പഞ്ചായത്തിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ രാഷ്ട്രീയം കൊണ്ട് അതിനെ മറികടക്കാൻ പറ്റും? നിയമപരമായിട്ട് ഞാനൊരു ഒരു വീട് പണിയാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ തരിക. ആ ആപ്ലിക്കേഷൻ ഏത് ഉദ്യോഗസ്ഥന് നിരസിക്കാൻ പറ്റും? അനുകൂല വിധിയുണ്ട് എന്നുള്ളത് പറയുന്നത് ആവശ്യമായ ഭേദഗതി വരുത്തി ചെയ്യാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കോടതി പറഞ്ഞതായി എനിക്ക് അറിവില്ല. തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. അതേസമയം തന്നെ മറുവശത്ത് പണം മുടക്കിയ ഒരു പ്രവാസി സംരംഭകൻ കഴിഞ്ഞ 13 വർഷക്കാലമായി കോടതി കയറിയിറങ്ങുകയാണ്. ഇനിയും നിയമപോരാട്ടം തുടരുമെന്നാണ് സലീ കരുണാകരൻ പറയുന്നത്. കോട്ടയം പൊൻകുന്നത്തു നിന്നും ക്യാമറ പേഴ്സൺ NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.